ഹെയർ സ്റ്റൈൽ കൊള്ളാം എന്ന് ഒത്തിരി പേര് പറയാറുണ്ട്. പക്ഷെ ഇതിന്റെ പുറകിലുള്ള ഹസിൽസ് ആരെങ്കിലും അറിയാറുണ്ടോ? നല്ല കഷ്ടപ്പാടാണ്. കെട്ടിവെച്ച ഒരു ഭംഗി കാണില്ല, അഴിച്ചിട്ടാലോ എങ്ങനെ ഇടണമെന്ന് മനസ്സിലാവുകയില്ല. അങ്ങനെ എന്തൊക്കെയോ ചെയ്ത് ഞാനതങ്ങനെ കെട്ടിവെക്കുന്നുണ്ട്. കാരണം ഇനി ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റീസിന് മുടി ഒരു ബാധ്യതയാവരുതല്ലോ. റുട്ടീൻ സെറ്റ് ചെയ്യുന്നുള്ളതിന്റെ ഭാഗമായിട്ട് ഒത്തിരി കാലമായിട്ട് യോഗയ്ക്കും ജിമ്മിനും ഒക്കെ ഞാൻ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ കൺസിസ്റ്റൻസി ഒരു പ്രശ്നമാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് എന്നാ ശരി, ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കും ഒരു മോട്ടിവേഷൻ ആവും, യൂട്യൂബിനും ഇൻസ്റ്റഗ്രാമിനൊക്കെ ഒരു കണ്ടന്റും ആവും. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ജിമ്മിലെത്തിയിട്ടുണ്ട് കേട്ടോ. കുട്ടിക്കാലം തൊട്ട് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത് നാട്ടുകാർക്കായിക്കോട്ടെ വീട്ടുകാർക്കായിക്കോട്ടെ എന്തിന് എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം കുറച്ചു കാലം എനിക്ക് വീട്ടിലിരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ പോലും അറിയുന്നത് എനിക്ക് PCOS ഉണ്ടെന്നുള്ള കാര്യം. വെറുതെ ഇരുന്നത് കൊണ്ട് PCOS വന്നു എന്ന് ഞാൻ പറയുന്നില്ല. ഒരുപക്ഷെ ഒത്തിരി ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്തിരുന്നത് കൊണ്ട് ആള് വെളിയിൽ വരാതെ അങ്ങനെ ഇരുന്നതായിരിക്കും. പിന്നെ ഞാൻ കംപ്ലീറ്റ്ലി ലേസി ആയിരുന്നപ്പോൾ ലക്ഷണങ്ങൾ വെളിയിൽ വന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലക്ഷ്മി. We are just one clip closer to clarity.